Welcome to today's class. Today we are going to start our class with equation of state. Actually, equation of state is a relation between the values of any three thermodynamic variables for the system. ഒരു സിസ്റ്റത്തിലെ ഏതെങ്കിലും മൂന്ന് തെർമോഡൈനാമിക് വേരിയബിൾസ് നമ്മൾ കണക്ട് ചെയ്യുന്ന റിലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ടേക്ക് ദ ideal gas, 1 mole of ideal gas, the corresponding equation of state will be PV equal to RT. ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറയുന്നത് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വാണ്ടർവാൾസ് ഗ്യാസിന്റെ കേസാണ്. ഫോർ വാണ്ടർവാൾസ് ഗ്യാസ് the corresponding equation of state will be P plus A by V square into V minus B equal to RT. Again, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെയും നമ്മുടെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റിൽ മൂന്ന് തെർമോഡൈനാമിക് വേരിയബിൾസ് ഉള്ളത് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ തന്നെയാണ്. ആൻഡ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ വാണ്ടർവാൾസ് കോൺസ്റ്റന്റ്. ആർ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഏതെങ്കിലും മൂന്ന് തെർമോഡൈനാമിക് വേരിയബിൾസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യുന്ന റിലേഷൻ. ഇനി എന്താണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും രണ്ട് തെർമോഡൈനാമിക് വേരിയബിൾസിൻ്റെ വാല്യൂസ് അറിയാം, മൂന്നാമത്തെ തെർമോഡൈനാമിക് വേരിയബിളിൻ്റെ വാല്യൂ അറിയില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് വാല്യൂ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അൺനോൺ ആയിട്ടുള്ള തേർഡ് തെർമോഡൈനാമിക് വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ തേർഡ് തെർമോഡൈനാമിക് വേരിയബിൾ ഇഫ് വി നോ ദ വാല്യൂസ് ഓഫ് എനി ടു തെർമോഡൈനാമിക് വേരിയബിൾ. ക്ലിയർ? വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എഴുതുമ്പം പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ടേമിൽ മാത്രമല്ല, ഈ ഒരു മൂന്ന് തെർമോഡൈനാമിക് വേരിയബിളിൻ്റെ ടേമിൽ മാത്രമല്ല നമ്മൾ എഴുതുന്നത്. നമുക്ക് എത്രത്തോളം തെർമോഡൈനാമിക് വേരിയബിൾസ് ഉണ്ടോ ആ ഒക്കെ തെർമോഡൈനാമിക് വേരിയബിൾസിൻ്റെ മൂന്ന് തെർമോഡൈനാമിക് വേരിയബിൾസിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോം ചെയ്യാം. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും രണ്ട് തെർമോഡൈനാമിക് വേരിയബിൾ, മൂന്ന് തെർമോഡൈനാമിക് വേരിയബിളിൽ ഏതെങ്കിലും രണ്ട് തെർമോഡൈനാമിക് വേരിയബിൾ എന്തായിരിക്കണം? റിമൈൻ അൺചേഞ്ച്ഡ് ഓർ റിമൈൻ കോൺസ്റ്റന്റ് ആസ് ലോങ് ആസ് ദ എക്സ്റ്റേണൽ കണ്ടീഷൻ റിമൈൻസ് അൺചേഞ്ച്ഡ്. സിസ്റ്റത്തിൻ്റെ എക്സ്റ്റേണൽ കണ്ടീഷൻ ഒരു മാറ്റമില്ലാതെ തുടരുന്ന സമയത്ത് ഈ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മൂന്ന് തെർമോഡൈനാമിക് വേരിയബിളിൽ ഏതെങ്കിലും രണ്ട് തെർമോഡൈനാമിക് വേരിയബിൾ കോൺസ്റ്റന്റ് ആയിട്ട് തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, നമുക്ക് പറയാം ആ സിസ്റ്റം എന്താണ്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, അതായത് ഫോർ എ സ്റ്റേറ്റ് ഓഫ് ഹോമോജീനിയസ് സിസ്റ്റം ഇൻ വിച്ച് എനി ടു ഓഫ് ദ ത്രീ വേരിയബിൾസ് P, V and T remains constant as long as the external condition remains unchanged. എക്സ്റ്റേണൽ കണ്ടീഷനിൽ ഒരു മാറ്റമില്ലാതെ തുടരുന്ന സമയത്ത് മൂന്ന് തെർമോഡൈനാമിക് വേരിയബിൾ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആ മൂന്ന് തെർമോഡൈനാമിക് വേരിയബിൾ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇതിൽ ഏതെങ്കിലും രണ്ട് തെർമോഡൈനാമിക് വേരിയബിൾസ് കോൺസ്റ്റന്റ് ആയിട്ട് തുടരണം. അങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ സിസ്റ്റം എന്താണ്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. ഇനി ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുമ്പോൾ അത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, അതേപോലെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഈ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ആ സിസ്റ്റത്തിനുള്ളിൽ വേറൊരു എക്സ്റ്റേണൽ കണ്ടീഷൻ മാറ്റമില്ലാതെ തുടരുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വേറൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ പാടില്ല. അതല്ല, അതിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാൻ പാടില്ല? മൂവ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് മനസ്സിലായല്ലോ. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? എക്സ്റ്റേണൽ കണ്ടീഷനൊന്നും മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ ആ സമയത്ത് മൂന്ന് തെർമോഡൈനാമിക് വേരിയബിളിൽ ഏതെങ്കിലും രണ്ട് തെർമോഡൈനാമിക് വേരിയബിൾ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം എന്തായിരിക്കും? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഫോർ ഗേഷ്യസ് സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം എ ഗ്രാഫ് ബിറ്റ്വീൻ എനി ടു ഇൻഡിപെൻഡന്റ് തെർമോഡൈനാമിക് വേരിയബിൾസ് ഈസ് നോൺ ആസ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. അതായത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവുന്ന സമയത്ത് അതിലെ ഏതെങ്കിലും രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക് വേരിയബിൾസ് തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അല്ലെങ്കിൽ പ്ലോട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡിക്കേറ്റർ ഡയഗ്രാം. നിങ്ങൾക്കറിയാം പി വി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ആണ്. അതേപോലെ PT ഡയഗ്രാം,
പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രാം, വോളിയം ടെമ്പറേച്ചർ ഡയഗ്രാം, എൻട്രോപ്പി ടെമ്പറേച്ചർ ഡയഗ്രാം. അതായത് ഏതെങ്കിലും രണ്ട് തെർമോഡൈനാമിക് വേരിയബിൾസ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് വരയ്ക്കുന്ന ഒരു ഗ്രാഫ്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഫോർ എക്സാമ്പിൾ പി വി ഡയഗ്രാം. അപ്പോൾ പി വി ഡയഗ്രത്തിൽ പ്രഷർ എപ്പോഴും വെർട്ടിക്കൽ ആക്സിസിലും വോളിയം എപ്പോഴും ഹൊറിസോണ്ടൽ ആക്സിസിലുമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കുക, ഈ ഒരു ഗ്രാഫിൽ അല്ലെങ്കിൽ പ്രഷറും വോളിയം തമ്മിൽ വരയ്ക്കുന്ന ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എന്ന് പറയുന്നത് വിച്ച് കറസ്പോണ്ട്സ് ടു എ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ആ സിസ്റ്റത്തിലെ, ആ തെർമോഡൈനാമിക് സിസ്റ്റത്തിലെ ഒരു സ്റ്റേറ്റ് ആണ്, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാത്രമല്ല, അപ്പോൾ പി വി ഡയഗ്രം ഞാൻ എടുത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പി വി ഡയഗ്രത്തിൽ വരച്ചിട്ടുള്ള ഈ ഒരു കർവ് ഉണ്ടല്ലോ, ഈ കർവിൻ്റെ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് ആക്ച്വലി ദ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം when it moves from A to B. ഇവിടെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും രണ്ട് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ആണ്. അപ്പം എൻ്റെ സിസ്റ്റം എയിൽ നിന്ന്, എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ സിസ്റ്റം എത്ര വർക്ക് ചെയ്തു എന്ന് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പാത്ത്, ഈ എ ടു ബി എന്നുള്ള ഈ മൂവ്മെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ അണ്ടറിലുള്ള ഏരിയ നോക്കിയാൽ മതി. So the area under the PV diagram gives the work done by a system when it moves from A to B. ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും എന്താണ്? രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാം ദാറ്റ് വിൽ കറസ്പോണ്ട്സ് ടു എ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഓക്കെ, if the system moves from one state A to another state B, then the total work done will be the area under the curve. Clear? Okay. Next, thermodynamic process. നിങ്ങൾക്കറിയാം തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ, പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് ആണ് അല്ലേ? അപ്പം ആസ് വി നോ a thermodynamic state of a system is specified by the thermodynamic coordinates. Any change in the thermodynamic coordinate causes a change in the state of the system. Such process is called thermodynamic process. ഇപ്പം നമ്മൾ നടക്കുക എന്ന് പറയുമ്പം നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പം ഈ തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യുന്ന ആരാണ്? തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ആണ്. തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ തെർമോഡൈനാമിക് വേരിയബിൾസ് തന്നെയാണ്. അപ്പം ഒരു ചെറിയൊരു സ്റ്റേറ്റിന് ചേഞ്ച് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അപ്പം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഉണ്ടായിരുന്ന പ്രഷർ വോളിയം അല്ല ഇവിടെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് പറയാം ആ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്? ആ സിസ്റ്റത്തിന് ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എനി ചേഞ്ച് ഇൻ ദ തെർമോഡൈനാമിക് കോർഡിനേറ്റ് കോസസ് എ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. സച്ച് പ്രോസസ് ഈസ് കോൾഡ് തെർമോഡൈനാമിക് പ്രോസസ്. ഓക്കെ, അതായത് ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുക. ആ മൂവ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് തെർമോഡൈനാമിക് പ്രോസസ്സ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ തെർമോഡൈനാമിക് വേരിയബിൾസ് വെച്ചിട്ടായിരിക്കും. നമ്മൾ സാധാരണ ഇപ്പം ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണെങ്കിൽ ഒരു പോയിന്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ, പൊസിഷൻ മാർക്ക് ചെയ്യണമെങ്കിൽ XYZ കോർഡിനേറ്റാണ് യൂസ് ചെയ്യുക. പക്ഷേ തെർമോഡൈനാമിക്കിൻ്റെ കേസിലാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തെർമോഡൈനാമിക് വേരിയബിൾസ് ആയിരിക്കും. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻട്രോപ്പി തുടങ്ങിയിട്ടുള്ളവയായിരിക്കും എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഈ ഫിഗറിൽ ഞാനിപ്പം വരച്ചിട്ടുള്ള പി വി ഡയഗ്രത്തിൽ കുറേ പ്രോസസ്സുകളാണ് കാണിച്ചിട്ടുള്ളത്. പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് സി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തണം. അപ്പം തെർമോഡൈനാമിക് പ്രോസസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഒരു പാത്ത് മാത്രമല്ല ചൂസ് ചെയ്യാൻ പറ്റുക, അതിന് പലതരത്തിലുള്ള പാത്തുകൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബിയിലൂടെ സിയിലേക്ക് പോവാം, അല്ലെങ്കിലോ എയിൽ നിന്ന് ഡിയിലൂടെ സിയിലേക്ക് പോവാം. അത് രണ്ട് ഡിഫറെൻറ്റ് പാത്തായി. ഇനി അതല്ലെങ്കിൽ എയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഇയിലൂടെ സിയിലേക്ക് പോവാം. അപ്പോൾ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ടേക്ക് എനി പാത്ത്. പക്ഷെ പ്രത്യേകത എന്താ വെച്ചാൽ എങ്ങനെ എനി പാത്ത് എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ അതിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ഐസോതെർമൽ പ്രോസസ്സ് ആണെന്ന് പറയുമ്പോൾ അത് ചൂസ് ചെയ്യുന്ന പാത്ത് എന്തായിരിക്കണം, അതിനനുസരിച്ചുള്ള ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പാത്തായിരിക്കണം. അപ്പം എന്താണോ നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന കണ്ടീഷൻ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഈ ഒരു സിസ്റ്റത്തിന് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഡിഫറെൻറ്റ് പാത്തിലൂടെ എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, in the given figure a system goes from state A to state C depending upon the condition imposed. It can
take different path to go over. അതാ പറയുന്നത്, എന്താണോ കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ കണ്ടീഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം, അതിന് ഡിഫറെൻറ്റ് പാത്ത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് തെർമോഡൈനാമിക്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞു? തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ദാറ്റ് ഈസ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മാത്രമല്ല ഇറ്റ് വിൽ ടേക്ക് എ ഇൻഫിനിറ്റ്ലി ലോങ് പീരീഡ് ഓഫ് ടൈം ടു റീച്ച് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സ്ലോ ആയിട്ടുള്ള ഇൻഫിനിറ്റ്ലി ലോങ് ടൈം പീരീഡ് എടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു തെർമോഡൈനാമിക് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരുപാട് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഓരോ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ഇൻഫിനിറ്റ്സ്ലി സ്മോൾ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഓരോ തെർമോഡൈനാമിക് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ഈ കടന്നു പോകുന്ന സിസ്റ്റം ഒക്കെ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആയിരിക്കും. അതായത് there will be a large number of equilibrium state between these two, initial and final state. Okay, അപ്പോൾ നോക്കാം, quasi static process. A process is one which the system can successively change from one equilibrium state to next equilibrium state, differing only infinitesimally from the first one. This may go on at a infinitesimally slow rate so that the system very gradually passes through a succession of infinitely large number of equilibrium states, each state differing only infinitesimally from the preceding one. അതാണ് പറഞ്ഞത്, തൊട്ടടുത്തുള്ള സ്റ്റേറ്റിൽ നിന്ന് വളരെ കുറഞ്ഞ ഡിസ്റ്റൻസിൽ മാത്രമേ അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ഇൻ ദിസ് വേ the system can go from one state to another over infinitely long period of time. Such infinitely slow processes are known as quasi-static process. ഇത് ആക്ച്വലി എന്താണ് ഈ ഒരു ഇത്രയും ഭാഗം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഒരു സിസ്റ്റം പാസ് ചെയ്യുക എന്നുള്ളതാണ്. തൊട്ടടുത്തുള്ള തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ കടന്നുപോയി അങ്ങനെ ഒരുപാട് സക്സസീവ് ആയിട്ടുള്ള തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ കടന്നുപോയിട്ട് ഫൈനൽ സ്റ്റേറ്റിൽ എത്തുള്ളൂ. അപ്പോൾ ഈ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സും അതേപോലെ തന്നെ പോകുന്നൊരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ വെരി ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ്സ്. അത് ഒരുപാട് ടൈം എടുക്കുന്ന ഇൻഫിനിറ്റ്ലി സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. അപ്പോൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എൻ ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ്സ് വിച്ച് വിൽ ടേക്ക് എ ലോങ് പീരീഡ് ഓഫ് ടൈം ടു റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ബാക്കിയൊക്കെ തെർമോഡൈനാമിക് പ്രോസസ്സുകളുടെ അതേ പ്രത്യേകത തന്നെയാണ്. ഓരോ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ കടന്നു പോയിട്ട് തന്നെയായിരിക്കും എത്തുക എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ്സ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഏതൊക്കെയാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്നുള്ളതാണ് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? എ പ്രോസസ് ഇൻ വിച്ച് പ്രഷർ ആൻഡ് വോളിയം ചേഞ്ച് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ശരിയല്ലേ? ഇനി ഈ ഒരു ഐസോതെർമൽ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ, എങ്ങനെയാണ് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ അത്രയും ക്ലോസ് കോണ്ടാക്റ്റിലായിരിക്കും. ക്ലോസ് കോണ്ടാക്ട് എന്ന് പറയുന്നത് തെർമൽ കോണ്ടാക്റ്റിലായിരിക്കും. അപ്പം സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഐസോ തെർമൽ ആണെന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് എന്ത് ചെയ്യും? സറൗണ്ടിങ്സിലേക്ക് ഫ്ലോ ചെയ്യും. അതായത് അവ തമ്മിൽ എന്തുണ്ട്? ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള തെർമൽ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും വിത്ത് ദ സറൗണ്ടിങ്. അപ്പം സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അപ്പം ഈ സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ എന്തുണ്ട്? ഒരു ഡയാ തെർമൽ വാൾ വെച്ചിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബൗണ്ടറി വിൽ ബി എ പെർഫെക്റ്റ് ഹീറ്റ് കണ്ടക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഡയാ തെർമൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ഐസോ തെർമൽ ആക്കിയിട്ട് നിർത്താൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. ക്ലിയർ? ഇനി ഒരു ഐസോ തെർമൽ പ്രോസസ്സിനെ നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ സ്റ്റേറ്റ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PV equal to a constant. This is the equation of state for isothermal process. ഇതെന്താ? ഒരു ഐസോതെർമൽ പ്രോസസ്സിനെ ഞാൻ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം ആണ്. അപ്പോൾ ഇതായിരിക്കും ഐസോതെർമൽ പ്രോസസ്സ് കാണിക്കുന്ന ഒരു കർവ്. ആൻഡ് ദ ഗ്രാഫ് ബിറ്റ്വീൻ പ്രഷർ വോളിയം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് isotherm. A graph between pressure and volume in an isothermal process is known as isotherm. Okay, and നമുക്കറിയാം ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് അതിന് ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്.
അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ ഇൻറ്റേർണൽ എനർജിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഒരു മാറ്റം ഉണ്ടാവില്ല. സോ ഇൻറ്റേർണൽ എനർജി ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഇൻ എൻ ഐസോതെർമൽ പ്രോസസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇൻറ്റേർണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇൻറ്റേർണൽ എനർജി എന്താണ്? ടെമ്പറേച്ചറിൻ്റെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഐസോതെർമൽ പ്രോസസ്സിൽ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് അഡയാബാറ്റിക് പ്രോസസ്സ്. അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ എന്തില്ല? ഹീറ്റിൻ്റെ എക്സ്ചേഞ്ച് ഇല്ല. അല്ലെങ്കിൽ ദർ ഇസ് നോ അല്ലെങ്കിൽ ഹീറ്റ് നെവർ ലീവ്സ് ദ സിസ്റ്റം ഓർ നെവർ എൻ്റർ ദ സിസ്റ്റം. അതാണ് എന്ത്? അഡയാബാറ്റിക് പ്രോസസ്സ്. ഓക്കെ, അപ്പം എ പ്രോസസ് ഇൻ വിച്ച് ഹീറ്റ് നൈദർ എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം, ദറ്റ് ഈസ് ദ സിസ്റ്റം ഈസ് ഇൻ പെർഫെക്റ്റ് തെർമൽ ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള, അതായത് സിസ്റ്റം സറൗണ്ടിങ് നമ്മൾ ഇൻസുലേഷനാണ്. സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് എന്ത് ചെയ്യുന്നില്ല? സറൗണ്ടിങ്സിലേക്ക് പോകുന്നില്ല. സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റം എന്ത് ചെയ്യില്ല? സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യുന്നില്ലെങ്കിൽ ഇത്തരം പ്രോസസ്സ്, എ പ്രോസസ് ഡ്യൂറിങ് വിച്ച് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം ഈസ് നോൺ ആസ് അഡയാബാറ്റിക് പ്രോസസ്സ്. നമ്മൾ പൊതുവേ അഡയാബാറ്റിക് പ്രോസസ്സുകളെ പറയുമ്പോൾ അവിടെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യില്ല എന്ന് പറഞ്ഞില്ല, ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസുലേഷൻസ്, പെർഫെക്റ്റ് ആയിട്ടുള്ള തെർമൽ ഇൻസുലേഷൻസ് നമുക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഏത് തരം പ്രോസസ്സുകളെയാണ് നമ്മൾ അഡയാബാറ്റിക് പ്രോസസ്സുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സഡൻ ആൻഡ് ക്വിക്ക് ആയിട്ടുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡയാബാറ്റിക് പ്രോസസ്സുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സഡൻ ആൻഡ് ക്വിക്ക് പ്രോസസ്സിന് ഒരു എക്സാമ്പിളാണ് നമ്മൾ ടയർ പൊട്ടുന്നത്, ബേസ്റ്റിംഗ് ഓഫ് കാർ ടയറോ അല്ലെങ്കിൽ ബസ് ടയർ എന്ന് പറയുന്നത്. അപ്പോൾ സഡൻ ആൻഡ് ക്വിക്ക് പ്രോസസ്സുകളെ നമ്മൾ അഡയാബാറ്റിക് പ്രോസസ്സുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ബിക്കോസ് പെർഫെക്റ്റ് ഇൻസുലേഷൻ, പെർഫെക്റ്റ് തെർമൽ ഇൻസുലേഷൻ ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, ഇതാണ് അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ അഡയാബാറ്റിക് പ്രോസസ്സ് ചിലപ്പോൾ മാർക്ക് ചെയ്യുമ്പം ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0, ക്യൂ എന്ന് പറയുന്നത് ഹീറ്റാണ്, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ആയിട്ടുള്ള പ്രോസസ്സുകളാണ് എന്ത്? അഡയാബാറ്റിക് പ്രോസസ്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫോർ അഡയാബാറ്റിക് പ്രോസസ് പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇവിടെ ഗാമ എന്ന് പറയുന്നത് എന്താണ്? It's a ratio of specific heat capacity at constant pressure to specific heat capacity at constant volume. Gamma equal to Cp by Cv. നിങ്ങൾ പഠിച്ചതല്ലേ? ഓക്കെ, സോ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ് അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെത്. പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. നെക്സ്റ്റ് ഐസോബാറിക് പ്രോസസ്സ്. എന്താണ്? പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന പ്രോസസ്സ് അല്ലേ? എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ആൻഡ് ഐസോകോറിക് പ്രോസസ്സ് ആണെങ്കിലോ വോളിയം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഈ ഐസോകോറിക് പ്രോസസ്സിനെ തന്നെ നമ്മൾ ഐസോമെട്രിക് പ്രോസസ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഐസോബാറിക് എന്ന് പറയുമ്പോൾ പ്രഷർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്, ഐസോകോറിക് എന്ന് പറയുമ്പോൾ വോളിയം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഞാനൊരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാണ്. പി വി ഡയഗ്രാം തന്നെയാണ് ഈ വരച്ചിട്ടുള്ളത്. ഇതിൽ എ ബി ഏത് പ്രോസസ്സാണ്? എ ബിയിൽ നോക്കുക, എ ബി വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്, പ്രഷറോ കോൺസ്റ്റൻ്റ് അല്ലേ? സോ ഈ ഒരു ലൈൻ എ ബി എന്ന് പറഞ്ഞ ലൈൻ കാണിക്കുന്നത് എന്താണ്? ഐസോബാറിക് പ്രോസസ്സ് ആണെങ്കിൽ. വാട്ട് അബൌട്ട് ബി സി? ബി സിയിൽ വോളിയം കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ കുറയുന്നുണ്ട് അല്ലേ? അപ്പം ദിസ് റെപ്രസെൻറ്റ്സ് എൻ ഐസോകോറിക് പ്രോസസ്സ്. അപ്പോൾ എ ബി ഐസോബാറിക് പ്രോസസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ ബി സി കാണിക്കുന്നത് ഏതാണ്? ഐസോകോറിക് പ്രോസസ്സാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സൈക്ലിക് പ്രോസസ്സ്. എന്തായിരിക്കും സൈക്ലിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത? നമ്മളെ സിസ്റ്റം ഏത് സ്റ്റേറ്റിൽ നിന്നാണോ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്, ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഫൈനലി അതെന്ത് ചെയ്യും? തിരിച്ച് അതേ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ വി ക്യാൻ കോൾ സച്ച് എ പ്രോസസ് ആസ് സൈക്ലിക് പ്രോസസ്. Cyclic process is a process in which a system is taken from an initial state to succession of state but is always brought back to the initial state. ഏതൊക്കെ സ്റ്റേറ്റിലൂടെ കടന്നു പോയി കഴിഞ്ഞാലും അവസാനം എന്ത് ചെയ്യും? എവിടെ നിന്നാണോ അത് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചെത്തുമെങ്കിൽ നമുക്ക് അത്തരം പ്രോസസ്സുകൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സൈക്ലിക് പ്രോസസ്സ്. ഈ സൈക്ലിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സൈക്ലിക് പ്രോസസ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റിൻ്റെയും എല്ലാ തെർമോഡൈനാമിക് വേരിയബിൾസിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇൻറ്റേർണൽ എനർജി, എൻട്രോപ്പി എക്സെട്ര റിമൈൻസ് അൺചേഞ്ച്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സൈക്കിൾ. എന്തുകൊണ്ടാണ്? കാരണം അതേ സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. ആ ഒരു സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതാണ്? ഓരോ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ആ സ്ഥലത്തെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കില്ലേ? അതുകൊണ്ട് തന്നെ ഈ തെർമോഡൈനാമിക് വേരിയബിൾസിൻ്റെ ഒക്കെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിട്ട് തുടരും, അല്ലെങ്കിൽ റിമൈൻസ് അൺചേഞ്ച്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ്സ്. ഒരു സൈക്ലിക് പ്രോസസ്സ് ഞാൻ കാണിച്ചിട്ടുള്ളത്.
എ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്നാണ്, അതായത് PVT. അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരിച്ചെന്ത് ചെയ്തു, അതേ പോയിന്റിലേക്ക് തന്നെ വന്നു. അപ്പം ഫൈനൽ സ്റ്റേറ്റ് ഇത് തന്നെയാണ്, ഇത് തന്നെയാണ്. സോ ദിസ് റെപ്രസെൻ്റ് എ സൈക്ലിക് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് തിരിച്ച് അവിടേക്ക് തന്നെ എത്തുകയാണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് പ്രോസസ് ആസ് സൈക്ലിക് പ്രോസസ്സസ്. ഓക്കെ, നെക്സ്റ്റ്, വർക്ക് ഡൺ ഇൻ quasi-static process. വർക്ക് ഡൺ ഇൻ quasi-static പ്രോസസ്സ്. അപ്പം ഈ ഒരു പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ സിലിണ്ടറാണ്. ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ സിലിണ്ടർ ഇതേപോലത്തെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇനീഷ്യലായിട്ട് എൻ്റെ ഗ്യാസ് എൻക്ലോസ് ചെയ്യുന്ന വിചാരിക്കാം. ഒരു പിസ്റ്റൺ വെച്ച് ഞാൻ പ്രഷർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഏരിയ ഓഫ് ദിസ് പിസ്റ്റൺ എന്ന് പറയുന്നത് A ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇനീഷ്യലി ഇതിൻ്റെ പ്രഷർ, ഈ ഗ്യാസിൻ്റെ പ്രഷർ P ആൻഡ് V ആണെന്ന് വിചാരിക്കാം. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറി എന്ന് വിചാരിക്കാം. പ്രഷർ കുറച്ച് ചേഞ്ച് ചെയ്തപ്പോൾ മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറി എന്ന് വിചാരിക്കാം. അങ്ങനെ മാറുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പ്രഷർ ഇവിടെ കുറയ്ക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് എക്സ്പാൻഷൻ, ഗ്യാസിനെ എക്സ്പാൻഷന് വിധേയമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ എക്സ്പാൻഷന് വിധേയമാക്കുമ്പോൾ എന്ത് സംഭവിക്കുക, വോളിയമാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, വോളിയമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇനീഷ്യലായിട്ട് ഈ ഗ്യാസിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ PI, VI, TI എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫൈനൽ സ്റ്റേറ്റ് PF, VF, TF എന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സക്സസീവ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ കടന്നു പോയിട്ട് ഈ ഗ്യാസ് എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യും. ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി എൻ്റെ പിസ്റ്റൻ്റെ മുകളിലുള്ള ഫോഴ്സ് എത്രയാണെന്ന് എനിക്കൊന്ന് കാണണം. ഓക്കെ, ഫോഴ്സ് എത്ര കാണാം, ഫോഴ്സ് എങ്ങനെ കാണാം. അപ്പം ഞാൻ ഈ പിസ്റ്റൺ വെച്ച് ഞാനൊരു പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഫോഴ്സ് കാണാൻ എളുപ്പമാണ്. കാരണം പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഫോഴ്സ് എന്തായിരിക്കും, പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇതിലുള്ള മേലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. ക്ലിയർ. ഇനി ഞാൻ പറയുന്നു ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തപ്പം വോളിയം എന്തായി, വോളിയം ഇനീഷ്യൽ വോളിയത്തിൽ നിന്ന് ഫൈനൽ വോളിയം ആയിട്ടുള്ള V+dV, ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുള്ളൂ, V+dVയിലേക്ക് മാറി. അപ്പോൾ V+dV മാറുന്ന സമയത്ത് ഇവിടെ ഏരിയ ഓഫ് ദ പിസ്റ്റൺ എന്തായാലും മാറാൻ ചാൻസ് ഇല്ല. അപ്പോൾ വോളിയം ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പം ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ലെങ്ത് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതായത് DL ലെങ്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, പിസ്റ്റൺ മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ DL ഡിസ്റ്റൻസ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു വോളിയത്തിൽ ചെറിയൊരു ചേഞ്ച് DV വന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പോൾ സപ്പോസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇൻക്രീസ്ഡ് ഫ്രം V to V+dV, അതായത് എക്സ്പാൻഷൻ ആണ് നടന്നതെങ്കിൽ ദെൻ DV എന്തായിരിക്കും, DV അതായത് ഈ ചേഞ്ച് ഇൻ വോളിയം, ഇതല്ല ചേഞ്ച് ഇൻ വോളിയം ഇപ്പോൾ വന്നിട്ടുള്ളത്, അത് എത്രയായിരിക്കും, ഏരിയ ഇൻറ്റു DL. സോ DV ഈക്വൽ ടു A ഇൻറ്റു DL, where DL is the small distance through which the piston moved during expansion. So the work done by the gas during expansion will be dW, small work done ആണ്, dW equal to force into distance അല്ലേ, F into DL. F എത്രയാ, PA, so PA into DL. What is A into DL, DV അല്ലേ, so P into DV. So the small work done അല്ലെങ്കിൽ the work done in moving the piston through a small distance DL is dW equal to P into dV. So the total work done to be done when the gas expands from the initial volume VI to the final volume VF. കാരണം നമ്മൾ ഇനീഷ്യൽ വോളിയം VI ആ പറഞ്ഞിട്ടുള്ളത്, ഫൈനൽ വോളിയം VF ആ. അപ്പം VIയിൽ നിന്ന് VFലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ എത്ര വർക്ക് ചെയ്യണം, that will be the total work done, W equal to integral VI to VF P dV. അപ്പോൾ ഈ ഇക്വേഷനാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ജനറൽ ഇക്വേഷൻ ടു ഫൈൻഡ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ഇനി ഡിഫറെൻറ്റ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കണം. അതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഒരു കേസ് നമുക്ക് ചെയ്ത് നോക്കാം. ദ വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്സ്. അപ്പം when a gas is allowed to expand isothermally during which the volume changes from V1 to V2. ഇനീഷ്യൽ വോളിയം V1 ഫൈനൽ വോളിയം V2 ആയിട്ട് എടുത്തു എന്നായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഐസോതേം എന്ന് വിചാരിക്കുക. അപ്പം ചെറിയൊരു ചേഞ്ച് DV എന്ന് പറഞ്ഞ വോളിയം ചേഞ്ച്, ഇനീഷ്യൽ വോളിയം V1 ആണ്, ഇതിൻ്റെ ഫൈനൽ സ്റ്റേറ്റിലെ വോളിയം V2 ആണ്. അപ്പം നമുക്കറിയാം ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഇനീഷ്യൽ വോളിയം ടു ഫൈനൽ വോളിയം PdV ആണ്. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വോളിയം V1 ആണ്, ഫൈനൽ വോളിയം V2 ആണ് അല്ലേ. അപ്പം W ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 ടു V2 PdV. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ ഏരിയ അണ്ടർ ദ കർവ് ഇൻ എ PV ഡയഗ്രം ഗീവ്സ് ദ ടോട്ടൽ വർക്ക് ഡൺ അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ് AB. ഈ AB എന്ന് പറഞ്ഞ കർവിൻ്റെ താഴെയുള്ള ഏരിയ ആണ് സത്യം പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ.
അപ്പോൾ നമുക്കതൊന്നും വേണ്ട, നമുക്കവിടെ കട്ടെ. ഇനി ഒരു ഐസോതെർമൽ പ്രോസസ്സിനെ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഐസോതെർമൽ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്തായിരുന്നു? ഫോർ 1 mole PV = RT അല്ലേ? ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വോളിയാണ്. അപ്പോൾ ഈ പ്രഷർ നമ്മൾ എന്ത് ചെയ്യണം? വോളിയത്തിൻ്റെ ടേമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടേം എടുക്കുന്നത്. സോ ഹിയർ P = RT/V. Substitute the value in this equation. So W = integral V1 to V2. Pക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? RT/V into dV, which is equal to RT constant അല്ലേ? സോ RT into integral V1 to V2 1/V into dV. What is integral 1/V into dV? log V. അപ്പോൾ log V RT into log V അല്ലേ? log V വരും. log Vൻ്റെ എന്ത് വരും? ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്. ഇവിടെ ഒരു V ഞാൻ ഇടാൻ മറന്നിട്ടുണ്ട് കേട്ടോ. ആ V ഒന്ന് ഇടണേ. അപ്പം V1 to V2 ശരിയല്ലേ? അപ്പം 1/Vനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് log V കിട്ടും. ഒരു V മിസ്സിംഗ് ആണ്, V ഇടണം കേട്ടോ. log V, ലോവർ ലിമിറ്റ് V1, അപ്പർ ലിമിറ്റ് V2. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദ വർക്ക് ഡൺ W = RT/ln. ഇവിടെ ശ്രദ്ധിക്കുക, log to the base എക്സ്പോണൻ്റ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. RT log V2/V1. കാരണം ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? RT log V2 മൈനസ് log V1 കിട്ടും. log A മൈനസ് log B എന്ന് പറഞ്ഞാൽ എന്താ? log A/B അല്ലേ? അപ്പോൾ ആ ഒരു ഫോമാറ്റ് ഞാൻ ഇവിടെ കൊടുത്തതാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു RT log V2/V1. പക്ഷെ നമുക്കിതിന് എന്ത് ചെയ്യാം? log to the base 10 ആക്കാം. സോ ദ വർക്ക് ഡൺ W = 2.303 RT log to the base 10 V2/V1. സോ ഇത് വർക്ക് ഡണ്ണിൻ്റെ ഒരു ഇക്വേഷനാണ്. ഇനി ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് 1 mole ഓഫ് ഗ്യാസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ n mole ആണെങ്കിലോ? For n moles of gas, W = 2.303 nRT log to the base 10 V2/V1. ശ്രദ്ധിക്കുക, V2 ഫൈനൽ വോളിയം, V1 ഇനീഷ്യൽ വോളിയമാണ്. ഇനി ഈ ഇക്വേഷൻ ഐസോതെർമലിൻ്റെ വർക്ക് ഡൺ ഇക്വേഷനാണ്. സപ്പോസ് നിങ്ങൾക്ക് വോളിയം അല്ല തന്നിട്ടുള്ളത്, പ്രഷർ ചേഞ്ച് ആണ് തന്നെങ്കിലോ എങ്ങനെ കാണും? പ്രഷർ ചേഞ്ച് ആണ് തന്നതെങ്കിൽ നിങ്ങൾ എത്ര മാത്രം ചെയ്താൽ മതി. കാരണം ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നമുക്കറിയാം PV = കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുന്ന് ഇനീഷ്യൽ സ്റ്റേറ്റ് P1 V1ഉം ഫൈനൽ സ്റ്റേറ്റ് P2 V2 ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് PV എപ്പോഴും കോൺസ്റ്റൻ്റ് അല്ലേ കിട്ടുന്നത്. സോ P1 V1 = P2 V2 എന്ന് എഴുതിക്കൂടെ? ഫ്രം വിച്ച് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് V2/V1. അപ്പം ഇവിടെ നിന്ന് V2/V1 എന്ന് കണ്ടുപിടിച്ച് നോക്കുക. V2/V1 വിൽ ബി ഈക്വൽ ടു P1/P2. ശരിയല്ലേ? ഈ വാല്യൂ എന്ത് ചെയ്യുക? V2/V1 = P1/P2 എന്നുള്ളത് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ദ വർക്ക് ഡൺ W = 2.303 nRT log to the base 10 P1/P2. This is also an expression to find the work done during an isothermal process. അപ്പം ഇതും വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ് ആണ്, ഇതും വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ് തന്നെയാണ്. ആകെ വ്യത്യാസം എന്താ? ഒരു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് വോളിയം ആണെങ്കിൽ ഒരു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പ്രഷർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിലേക്ക് എത്താം. ക്ലിയർ? സോ ദിസ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ദ കേസ് ഓഫ് ആൻ ഐസോതെർമൽ പ്രോസസ്.